പവർ കട്ടില്ല. കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം വൈദ്യുതിയുടെ കാര്യത്തിലുണ്ടായത് വർധന അത്ര അധികമാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ഉണ്ട്. അവിടെ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി കൊടുക്കാൻ സാധിക്കുന്നു. അയൽ രാജ്യങ്ങൾക്ക് വരെ വൈദ്യുതി കൊടുക്കുന്നു. അതുകൊണ്ട് മോഡിജിക്ക് നന്ദി പറയുന്ന ഇവിടെ പവർ കട്ടില്ലെങ്കിൽ അതെന്താണ് മാഷെ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പവർ കട്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ പവർ കട്ട് ഉള്ളതിനും നന്ദി പറയേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. കേരളത്തിൽ പവർ കട്ടില്ലാത്ത യാദൃശ്യമൊന്നുമല്ല. അത് വ്യക്തമായ പ്ലാനിങ്ങും ഭരണമികവും കൊണ്ട് തന്നെയാണ്. ഇന്ത്യയിൽ നാഷണൽ ഗ്രിഡ് എന്നൊരു സംവിധാനമുണ്ട്. അതിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ വൈദ്യുതി ലഭിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇതേ സംവിധാനം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഇന്നും പവർ കട്ട് ഉണ്ടാകുന്നത്? കാരണം വെറും സിമ്പിൾ ആണ് കേട്ടോ. കൃത്യമായ പ്ലാനിംഗ് ഇല്ല, സാമ്പത്തിക നിയന്ത്രണമില്ല, മുൻകൂട്ടി ചിന്തിക്കുന്ന സമീപനമില്ല. അതെങ്ങനെ തലച്ചോറ് വേണ്ട. അതേസമയം കേരളം എന്ത് ചെയ്തു? ആവശ്യമുള്ള സമയത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ആഭ്യന്തര ഉൽപാദനം കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് വൈദ്യുതി പോകുമെന്ന ഭയം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷങ്ങളിലാണ് പള്ളിവാസൽ, തൊട്ടിയാർ പോലുള്ള ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കി സോളാർ പവർ ഉൽപാദനം 1500 മെഗാവാട്ടിന് മുകളിലേക്ക് ഉയർത്തി. ഇതൊക്കെ വെറും ഡാറ്റയൊന്നുമല്ല സുഹൃത്തെ, ഇതൊരു സർക്കാരിന്റെ മുൻകൂട്ടി കണ്ട പ്ലാനിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. വൈദ്യുതി ഉണ്ടാക്കുന്നത് മാത്രം പോരാ, അത് ശരിയായി വിതരണം ചെയ്യാനും കഴിയണം. അത് കേരളം കൃത്യമായി ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ ലോസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് കൊണ്ടുവന്നു. ട്രാൻസ്ഗ്രിഡ് 2.0 പോലുള്ള പദ്ധതികളിലൂടെ വിതരണ ശൃംഖല ശക്തമാക്കി. അതുകൊണ്ടാണ് ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാലും പോലും കേരളത്തിൽ ഇരുട്ടില്ലാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കേന്ദ്രം വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ വഴി എങ്ങനെ ഉപയോഗിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ കയ്യിലാണ്. കേരളം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എന്താണെന്നറിയോ? അവരുടെയൊക്കെ തലച്ചോറിന് പകരം ഈ ചാണകമായതുകൊണ്ടാണ്.